ദൈവവചനത്തിൽ നിന്ന് ഈ പകല് വളരെ ശാന്തമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. വളരെ പരിചിതമായ ഒരു വാക്യമാണ് വായിച്ചത്. അല്ല, പെട്ടെന്ന് പറഞ്ഞപ്പം നമ്മൾ ശീലിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു ചെറിയ പിശക് വന്നു. എന്നാലും നിങ്ങൾ വായിച്ച് സഹായിച്ചതിന് നന്ദി. വീണ്ടും വായിച്ച് സഹായിക്കണം. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് ഒന്ന് വായിച്ച് സഹായിക്കണം. മൈക്കിൽ കൂടെ വായിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ആ മൈക്കില്ലല്ലോ അല്ലേ. ആഭിചാരം യാക്കോബിന് ഇത് ഞാൻ അടിച്ചു തരികയാണെങ്കിൽ ഇത് ഈ അമ്മയ്ക്ക് കൊടുക്കാം. അപ്പം കുറച്ചുകൂടെ നന്നായിരിക്കും. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. വളരെ പരിചിതമായ ഒരു വേദശകലമാണ്. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. ആ അമ്മയ്ക്ക് അതിഞ്ഞത് ഇത് അമ്മയ്ക്ക്. അമ്മ ഇല്ലേ എന്നാളും വായിച്ചു തന്നെ. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. വളരെ പരിചിതമായ ഒരു വേദശകലമാണ്. എന്നാൽ ഈ പെന്തിക്കോസുകാരിൽ ഒരു സിംഹഭാഗം ആൾക്കാരും പറ്റുന്നെന്നാ പറയുന്നത്. പക്ഷെ അവർ ചെയ്തിട്ടുണ്ട്. അവർ ഞങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അനിയനും കുടുംബവും പെന്തിക്കോസിലല്ല, അവർ ഓർത്തഡോക്സില. അവർ ഞങ്ങൾക്കെതിരെ മിണ്ടുന്നില്ല, ചെയ്തിട്ടുണ്ട്. എൻ്റെ അനിയത്തിയും കുടുംബവും അവർ യാക്കോബായല, അവരും കടമറ്റത്തിടയ്ക്ക് പോകുന്നെന്നാ കേൾക്കുന്നത്. അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ അപ്പുറം അവർ ഞങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 4 വശത്തോടെയും ചെയ്തു വെച്ചിരിക്കുക. എന്നാൽ തിരുവെടുത്ത് നമ്മളെ ഓർപ്പിക്കുന്നത് ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ദൈവത്തിന് മഹത്വം. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ദോഷമാണെന്ന് ചിന്ത വല്ലതും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അതിൻ്റെ മുഴുവൻ കെട്ടും പൊട്ടണം. പ്രൈസ് ദി ലോർഡ്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. അതാ വിഷയം. എന്തുകൊണ്ടാണ് ആഭിചാരം യാക്കോബിന് പറ്റാത്തത്? ഇന്ന് പകൽ അതാ ചിന്തിക്കുന്നത്. നിങ്ങൾക്കറിയാം, സംഖ്യാപുസ്തകം, ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം, അങ്ങനെ ആദ്യത്തെ 5 പുസ്തകം മോശയുടെ പഞ്ചഗ്രന്ഥം. സംഖ്യാപുസ്തകം പേര് കേൾക്കുമ്പോൾ അറിയാം പുസ്തകത്തിലെ വിഷയം എന്നതാണ്. എന്തുവാ? എന്തേലും അങ്ങ് പറ. ചൂടുകൊണ്ടാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. സംഖ്യാപുസ്തകം പേര് കേൾക്കുമ്പോൾ അറിയാം പുസ്തകത്തിലെ വിഷയം എന്നാന്ന്. കണക്കെടുക്കുന്ന പുസ്തകമാണ്. കണക്കെടുക്കുക. ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ ഭജിക്കുന്ന തൻ്റെ ജനത്തെ ദൈവം എണ്ണുന്നവനാ. നമ്മളെ മാത്രമല്ലല്ലോ എണ്ണുന്നത്. പുസ്തകം എടുത്ത് വായിപ്പിക്കുന്നില്ല. പുസ്തകം പഠിപ്പിക്കുന്നത് നമ്മുടെ ഉടൽച്ചകൾ എണ്ണുന്നൊരു ദൈവമുണ്ട്. നാം അനുഭവിക്കുന്ന, കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും എണ്ണി നമ്മുടെ തലമുടി പോലും അവിടുന്ന് എണ്ണി തിട്ടപ്പെടുത്തി വച്ചിരിക്കുക. എന്തലകിലെ മൂടികളുമെല്ലാം നിർണയമവൾ എണ്ണി അറിയുന്നു. എന്തലയിലെ മൂടികളുമെല്ലാം നിർണയമവൾ എണ്ണി അറിയുന്നു. ഒന്നതിൽ നീലത്തു വീണിടണമെങ്കിൽ ഒന്നതിൽ നീലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞ് സാധ്യമായിടൂ. ആമേൻ. ഉന്നതനറിഞ്ഞ് സാധ്യമായിടൂ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ തലമുടി പോലും അവിടുന്ന് എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുക. അപ്പൊ സംഖ്യാപുസ്തകത്തിന്റെ വിശേഷത ഇസ്രായേൽ മക്കളെ എണ്ണി തിട്ടപ്പെടുത്തിയ പുസ്തകമാണ്.
നിങ്ങൾക്കറിയാം, രണ്ട് സ്ഥലത്ത് വെച്ചാണ് ഇവരെ എണ്ണിയത്. വായിച്ച് 26-ാം അധ്യായത്തിന്റെ 63, 64 തിരുവെടുത്തുകൾ വായിക്കാം. സംഖ്യാപുസ്തകം 26-ന്റെ 63 മുതൽ ആ കണ്ണിക തുടങ്ങുന്നത് മുതൽ. യെരിഹോവിന്റെ സമീപത്ത് മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനാകുന്ന അഹരോനും കൂടെ എലയാസർ എണ്ണിയവര് ഇവർ തന്നെ. എന്നാൽ മോശയെയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, ഇവരുടെ കൂട്ടത്തിൽ കണ്ടില്ല. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചല്ലോ. എല്ലാവരും കമന്ന് കിടക്കാതെ തന്നെ നോക്ക്. ഈ ചൂടും പിടിച്ച് വന്ന് കിടന്ന ഞാൻ പിന്നെ ആരോട് പറയാൻ വന്നതാ. അപ്പോൾ രണ്ട് സ്ഥലത്ത് വെച്ച് ഇവരെ എണ്ണി. ഇവിടെ 63-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് യെരിഹോവിന് സമീപത്ത് മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനാകുന്ന എലയാസറും എണ്ണിയവര് ഇവര് തന്നെ. മേളിൽ കണക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും കൂടെ സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവരെണ്ണിയവരിൽ ഒറ്റയൊരുത്തനും ഇവരെണ്ണിയപ്പം കണ്ടില്ല. രണ്ട് സ്ഥലത്ത് വെച്ചാണ് എണ്ണിയത്. ആദ്യം എണ്ണിയത് സീനായി മരുഭൂമിയിൽ വെച്ച, രണ്ടാമത് എണ്ണിയത് മോവാബ് സമഭൂമിയിൽ വെച്ച. അപ്പൊ ആദ്യം എണ്ണിയത് സീനായി മരുഭൂമിയിൽ വെച്ച്, രണ്ടാമത് എണ്ണിയത് മോവാബ് സമഭൂമിയിൽ വെച്ച്. ആദ്യം എണ്ണിയത് ആരാ? മോശയും അഹരോനും കൂടെ ചേർന്നാ എണ്ണിയത്. രണ്ടാമത് എണ്ണിയപ്പോൾ മോശയും എലയാസറും കൂടെ ചേർന്ന് എണ്ണി. അവിടെ തിരിച്ചും മറിച്ചുമായി എഴുതിയേക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ചെറിയ തപ്പല്. അവിടെ മോൻ കാണുമ്പോ നിങ്ങൾക്ക് അല്ലെങ്കിലും തപ്പല. അപ്പോൾ അവിടെ തിരിച്ചും മറിച്ചുമായി എഴുതിയേക്കുന്നത്. ആ വാക്യത്തിൽ രണ്ടാമത് എണ്ണിയത് ആദ്യം എഴുതിയിരിക്കുന്നു, ആദ്യം എണ്ണിയത് രണ്ടാമത് എഴുതി. അതാ നിങ്ങൾ തപ്പലാകുന്നത്. അപ്പോൾ രണ്ട് സ്ഥലത്ത് വെച്ച് ഇവരെ എണ്ണി. ആദ്യം എണ്ണിയത് സീനായി മരുഭൂമിയിൽ വെച്ചും, രണ്ടാമത് എണ്ണിയത് മോവാബ് സമഭൂമിയിൽ വെച്ച്. ആദ്യം എണ്ണിയത് മോശയും അഹരോനും കൂടെ ചേർന്ന് എണ്ണി. രണ്ടാമത് എണ്ണിയപ്പോൾ അഹരോൻ ഇല്ല എണ്ണാൻ, മോശയും എലയാസറും കൂടെ ചേർന്ന് എണ്ണി. ആദ്യം എണ്ണിയപ്പോൾ എണ്ണിയവരിൽ ഒറ്റയൊരുത്തനും ഒടുക്കമെണ്ണിയപ്പോൾ കണ്ടില്ല. ഞാൻ പറയാനുണ്ട്, എണ്ണിയ പുള്ളിയില്ല. എണ്ണിയ പുള്ളി നമ്മൾ ആത്മാക്കളെയൊക്കെ നേടി പൈനിയർ വർക്ക്, മിഷൻ സ്റ്റേഷന്, പുതിയ പ്രവർത്തനം, ലഘുലേഖ കൊടുക്കുന്നു, ഭവന സന്ദർശനം, മുട്ടിന് നിന്ന് പരസ്യയോഗം നടത്തുന്നു. അതൊക്കെ നല്ലതാണ്. ഭവന സന്ദർശനം, ആശുപത്രി വിസിറ്റ് ചെയ്യുന്നു, ബസ് സ്റ്റോപ്പിൽ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് കൊടുക്കുന്നു, കയറുന്നവർക്ക് കൊടുത്തു വിടുന്നു, വണ്ടിയെ കയറി കൊടുക്കുന്നു. അതെല്ലാം നല്ല കാര്യമാണ്, മുടക്കരുത്. ആത്മാക്കളെ നേടുന്നു, അതെല്ലാം വളരെ നല്ലതാണ്. അതൊന്നും കുറയ്ക്കുകയും ചെയ്യരുത്. ഇതെല്ലാം ചെയ്തിട്ട് നമുക്കങ്ങ് പോകാനൊത്തില്ലെങ്കിലോ? നെടുക നടന്ന് എല്ലാവരെയും നേടി വെച്ച് നമുക്കങ്ങ് അതിൽ വല്ല പ്രയാസമുണ്ടോ? അതുകൊണ്ട് പണ്ട് കാനോച്ചൻ പറഞ്ഞൊരു പദമുണ്ട്, നീ എല്ലാവരെയും ഒന്നും നേടിയില്ലെങ്കിലും നിന്നെ നേടിക്കോണം. എല്ലാവരെയും നമുക്ക് നേടാനൊത്തില്ലെങ്കിലും സ്വന്തമായിട്ട് നേടിക്കോണം. നാം ഓടിയതും അധ്വാനിച്ചതും വൃഥാവാകരുത്. ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ കൊണ്ട് നശിപ്പിക്കരുത്. അപ്പോൾ ആദ്യം എണ്ണിയവരിൽ ഒറ്റയൊരുത്തനും ഒടുക്കം എണ്ണിയപ്പോൾ കണ്ടില്ല, എണ്ണിയ പുള്ളിയില്ല. അപ്പോൾ സംഖ്യാപുസ്തകം എണ്ണമെടുക്കുന്ന പുസ്തകമാണ്. എല്ലാ ഭാഗം വിവരിക്കുന്നില്ല. നമ്മൾ 23-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവെടുത്താണ് വായിച്ചത്.
അതിൽ പ്രധാനമായി എഴുതിയിരിക്കുന്നത് ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. സംഖ്യാപുസ്തകത്തിന്റെ വേറൊരു വിശേഷത ഇസ്രായേലിന്റെ മരുഭൂ പ്രയാണത്തിൽ നടന്ന സംഭവങ്ങളാണ് ഇതിനകത്ത് കൂടുതലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാളയത്തിന്റെ ക്രമം, പാളയത്തിന്റെ വിധങ്ങൾ, ഇവരെ കൂടാരമടിച്ച സ്ഥലങ്ങൾ അല്ലെങ്കിൽ പാളയമടിച്ച ഇടങ്ങൾ, അപ്പോൾ ആ യാത്രയിൽ അല്ലെങ്കിൽ ആ പോക്കിൽ എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു, അതിനെ എങ്ങനെ ഇവർ തരണം ചെയ്തു, ഒടുവിൽ ഇവർ എങ്ങനെ ഈ കനാലിലോട്ട് പോകുന്നു, ഇതൊക്കെയാണ് ഈ സംഖ്യാപുസ്തകത്തിലെ വിവരണങ്ങൾ. അങ്ങനെ ഇസ്രായേൽ ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ചെന്ന 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ചെന്ന സാധാരണ 42 പാളയമാ പറയുന്നതെങ്കിലും സൂക്ഷ്മമായിട്ട് നിങ്ങൾ പഠിച്ചാൽ 49 പാളയം അടിച്ചു. അപ്പൊ ചോദിക്കും 7 പാളയം കൂടിയല്ലോ എന്ന്. 7 പാളയം കൂടിയില്ല, അടിച്ച ഇടത്ത് തന്നെ വീണ്ടും കൊണ്ട് ദൈവം പാളയം അടിപ്പിച്ചു. അതെന്തിനാന്ന് ചോദിച്ചാൽ ഇവർ കുറച്ചുകൂടെ ശരിയാകാൻ. അതിന്റെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, ദൈവം ഇവരെ ചുറ്റിച്ചെന്ന. ദൈവം ഇവരെ ചുറ്റിച്ചു. ഒരു വാക്യം വായിച്ചു, പുറപ്പാട് 13:17. പുറപ്പാട് 13:17. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തുനിന്ന് വരികലും, പക്ഷേ ജനം യുദ്ധം കാണുമ്പോൾ അനുദപിച്ച് മിസ്രയീമിലേക്ക് മടങ്ങി പോകുന്നു വെച്ച് ദൈവം തമ്പുരാൻ അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. അടുത്ത വാക്യം, ചെങ്കടലിന് അരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. എങ്ങനുണ്ട്? അപ്പൊ ഈ ചുറ്റിച്ചതാരാ? നമ്മള് പിശാചാനം പറഞ്ഞ ഈ ശാസിക്കുന്നേ. ബന്ധനങ്ങളാണ്, അമ്പലക്കെട്ട്, പള്ളിക്കെട്ട്, പൗരോഹിത്യമന്ധനം, അവിടെ കെട്ടി ഇവിടെ കെട്ടി, ചൊല്ലിക്കെട്ടി, ചൊലുത്തിക്കെട്ടി, അഴികെട്ടെന്നൊക്കെ പറഞ്ഞ് ഇളകുന്ന ആൾക്കാരുണ്ട്. ഞാൻ എതിരല്ല. ഇത് പിശാച് ചുറ്റിച്ചതല്ല, പിന്നെയോ ഉറക്കെ പറ, ദൈവം ചുറ്റിച്ചതാണ്. ഞാൻ താഴോട്ടൊന്നിറങ്ങുന്നതിന് വിരോധമില്ലല്ലോ. താഴെ ഇറങ്ങാതെ കാര്യം നടക്കുകയല്ല. അപ്പോൾ ഇവരെ ചുറ്റിച്ചത് ആരാ? ദൈവം ചുറ്റിച്ചതാ. അങ്ങനെ ചുറ്റിക്കാമോ? അതാ ദൈവത്തെ പറ്റി നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. ദൈവ സ്നേഹമുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, ആർദ്രതയുള്ള ദൈവമാണ്, അനുകമ്പയുള്ള ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമാ. ഭക്തവത്സലന്റെ ഒരു പാട്ടിന്റെ വരി നമുക്കറിയാം, മനസ്സലിവിൻ മഹാദൈവമേ കനിയണമേ കരുണാനിധേ, മനസ്സലിവിൻ മഹാദൈവമേ കനിയണമേ കരുണാനിധേ. അപ്പോൾ മനസ്സലിവുള്ളത് ദാനിച്ചായും പ്രാർത്ഥിക്കും, നല്ല സുഖമാ കേൾക്കാൻ. അപ്പൊ പുള്ളി പ്രാർത്ഥിക്കുന്നതാ, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും എൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ എൻ്റെ പക്കലുണ്ടെന്ന് അറിയിച്ച് ഞങ്ങൾ ദൈവമേ. പക്ഷെ തുടക്കത്തിൽ നല്ല വാക്യങ്ങൾ ഉച്ചരിച്ച് അദാനിച്ചാൻ പ്രാർത്ഥിക്കുന്നത്. ചിങ്ങവനത്തെ ഒരു സഹോദരി ഉണ്ട്, ഇച്ചിരി ഉണർവാ. അപ്പൊ ഉണർവ് അങ്ങോട്ട് കയറുമ്പം ദൈവത്തെ വിളിക്കുന്നത് ഡാഡി. നമ്മൾ എതിർക്കണ്ട, അവര് ദൈവമായിട്ട് അതുപോലെ അടുപ്പമുള്ള, നമ്മളിപ്പം ഭാഷയ്ക്ക് കയറി പിടിക്കണ്ട. അപ്പം അതുപോലെ ഡാഡി. വേറൊരു അമ്മ വേണ്ട പപ്പ. അത് അവരുടെ ആ ശൈലിയാണ്. അപ്പോൾ ദൈവം സ്നേഹമുള്ള ദൈവം, കരുണയുള്ള ദൈവം, ആർദ്രതയുള്ള ദൈവം, മനസ്സലിവുള്ള ദൈവം, അനുകമ്പയുള്ള ദൈവം, ചതഞ്ഞോടെ ഉടിക്കാത്ത ദൈവം, പുകയുന്ന തിരികെ കെടുത്താത്ത ദൈവം, പിന്നെ നല്ല ദൈവം, ചിലർ പൊന്നു ദൈവം എന്നൊക്കെ പറയും. ഞങ്ങളുടെ അടുത്തൊരു തള്ളയുണ്ടായിരുന്നു, അവർ എന്നെ പറഞ്ഞു എൻ്റെ പൊന്നും കൊടുത്ത ദൈവമേ എന്നാ. പൊന്നും കൊടുത്ത ആട്ടെ. അപ്പൊ ഇങ്ങനെ കരുണയുള്ള, ആർദ്രതയുള്ള, സ്നേഹമുള്ള, അനുകമ്പയുള്ള ഈ ദൈവം ചുറ്റിക്കാവോ?
പണ്ട് അമ്പലത്തിൽ പോകുന്ന സമയത്ത് നാമം ജപിക്കും. അപ്പോൾ ഇങ്ങനൊരു പ്രയോഗമുണ്ട്, എന്തിനെന്നെ ഈ മായയാം സിന്ധുവിൽ. നിങ്ങൾ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ആണ്ട് 2 നമ്പർ എന്നെ നാണക്കേട് കൈ പൊക്കാൻ. തോമാസ് ലീഗയുടെ പെങ്ങളാണോ? അല്ലല്ലോ. കൈ പൊക്കണ്ടേ? അന്ധകാരത്തിൻ്റെ ആ കുഴിയിൽ നിന്നല്ലേ ദൈവം നമ്മളെ രക്ഷിച്ചേ. പറഞ്ഞു തരുമ്പോഴേ കൈ പൊക്കി അല്ലേലിയാ പറയണ്ടേ? പിന്നെ ഇരുന്ന് ആലോചിക്കാം, വട്ടം ആലോചിക്കാം, പൊക്കണോ പൊക്കണ്ടോ എന്ന്. അമ്മമ്മ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതാ. നിങ്ങൾ അവിടെ 2 പേരല്ലേ പൊക്കിയേ? എന്തേ ഒന്നുകൂടെ ഉണ്ടായിരുന്നു? അപ്പം നിങ്ങൾക്കറിയാം ഞാൻ ചൊല്ലുന്നത്. ചൊല്ലിക്കേ. എന്തിനെന്നെ ഈ മായയാം സിന്ധുവിൽ. അന്ന് നാമം ചൊല്ലത്തില്ലായിരുന്നു. അതാ ആട്ടെ, അമ്മൻ ചൊല്ലുമായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. പിന്നെ അപ്പൊ ഈ വരി ഇങ്ങനെ, എന്തിനെന്നെ ഈ മായയാം സിന്ധുവിൽ ഇട്ടു വട്ടം കറക്കുന്നിതേ വിധം. അപ്പൊ മായയാകുന്ന സിന്ധുവിലിട്ട് വട്ടം കറക്കുകയാണ്. ഞാൻ സന്ദർഭോചിതമായിട്ടൊരു ശീലം ചൊല്ലിയെന്നേ ഉള്ളൂ. അങ്ങനെ ചുറ്റിക്കാവോ? അല്ല, അങ്ങനെ ചുറ്റിക്കുന്ന ദൈവത്തെ വേണോ? ുള്ള ദൈവം നല്ല ദൈവം, ആ ദൈവം ചുറ്റിക്കാവോ? അങ്ങനെ ചുറ്റിക്കുന്ന ദൈവത്തെ വേണോ? ദൈവം തമ്പുരാൻ ഇവരെ ചുറ്റിച്ചു. അതെന്തിനാ ചുറ്റിക്കാൻ കാരണം? ഒറ്റവാക്കി പറയാം, ഒത്തിരി കാര്യമുണ്ട്, ഒരു കാര്യം പറയാം. ഈ ചുറ്റിക്കാനുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ഉള്ളിലിരിക്കുന്നത് വെളിപ്പെടാനാ. അകത്തിരിക്കുന്നത് വെളി വരണം. ഇതിനകത്ത് ഇത്രയും വലിപ്പമുള്ളെന്നാ പറഞ്ഞത്. എന്തെല്ലാം സാധനം ഇതിനകത്തിരിക്കുന്നത് ഇല്ലേ? സത്യം പറ. ഇത്രയും വലിപ്പമേ ഉള്ളൂ. ഇത് പഠിച്ചവരൊക്കെ പറയുന്നത് 4 അറയാണെന്നാ. കൂടുതൽ അങ്ങേയറ്റം പോയാൽ 750 ഗ്രാം തൂക്കം. അത്രയും വരികയല്ല, അത് താഴെയാ. ഇരിപ്പ് കണ്ട ഒരു 500 കിലോ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരിക്കുന്നേ. അത്ര ഇല്ല. ഇത്രയും വലിപ്പമുള്ള എങ്കിൽ ഇതിനകത്ത് എന്തെല്ലാം നാശക്കൊള്ളിയായിരിക്കുന്നേ. ദുശ്ചിന്ത, കൊലപാതകം, ദ്വന്ദ്പക്ഷം, ഈർഷ്യ ഉണ്ടോ അതിന്? അത് വല്ലോ ചാടി ചാടി പറയുന്നുണ്ടല്ലോ. വചനത്തിൽ എഴുതിയെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ഭാഗവതത്തിലെ കാര്യമാണെന്ന് പറയുന്നത്. നമ്മുടെ അകത്തുണ്ടോ എന്നായ എൻ്റെ ചോദ്യം. അത് വേണം. വചനത്തിലെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇതെല്ലാം ഇരിക്കുക. ദുശ്ചിന്തയും പകയും ദ്വന്ദ്പക്ഷവും ഭിന്നതയും അസൂയയും. ഒരു കണ്ണിന്റെ പേരുണ്ടായിരുന്നു, എന്തുവാ? കണ്ണ്, വിടക്ക് കണ്ണ്. ഇതെല്ലാം അകത്ത് വെച്ചോണ്ടാണ് നമ്മൾ ഈ ഗ്ലോറി, വിക്ടറി, കാൽവറി എന്നും പറഞ്ഞ് ചാടുകയും തുള്ളുകയും സാന്നിധ്യമാണെന്നും പറഞ്ഞ് കൈ പൊക്കി ഇങ്ങനെ കറങ്ങുകയും എന്തെന്നില്ലാത്തൊരു സാന്നിധ്യം. ഇപ്പം ചില പറഞ്ഞു ഭയങ്കര തീയായിരുന്നെന്ന്. ഒരു തീയുമില്ല. എടാ, ശരിയായ തീ ആണെങ്കിൽ ഇതെല്ലാം പോകുകയല്ലേ? ഇല്ലേ? ഒന്നും തീയല്ല. ചില പറഞ്ഞു ആ തീ ഇവിടെ പാട്ട് വെക്കുന്നുണ്ട്, തീ പോലെ ഒന്നും ഇറങ്ങുന്നില്ല. നമ്മൾ ബഹളം ഉണ്ടാക്കുന്നുണ്ട്, മൈക്കിന്റെ ഓളിയം കൂട്ടുന്നുണ്ട്, കുന്തരാണ്ടം എല്ലാം കൂടെ വെച്ച് അടിച്ച് പെടിപ്പിക്കുന്നുണ്ട്. നമ്മളും തുള്ളുന്നുണ്ട്. അടുത്തിരിക്കുന്ന തുള്ളുമ്പോൾ നമുക്ക് തുള്ളാതിരിക്കാൻ പറ്റുമോ? അവൻ തുള്ളുന്നവനെ നമ്മളെ നോക്കും, തുള്ളാതിരിക്കുന്നവനെ നമ്മൾ അവനെ നോക്കി. നിങ്ങൾ മുഖം വീർപ്പിച്ചിരുന്നാലൊന്നും ഞാനിതിനെ മയപ്പെടുത്തുകയല്ല. എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് 1 മണി വരെ ഇന്ന് പകൽ ശുശ്രൂഷിക്കും. പിന്നെ ഇടയ്ക്ക് നിങ്ങളൊരു സ്തോത്രമൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാ. എന്നെ ഗുണപ്പെടുത്താനൊന്നും സ്തോത്രം പറയണ്ട. ശരിയായ തീയാണെങ്കിൽ ദഹിക്കും പലതും. സ്തോത്രം.
ഞാൻ എൻ്റെ കാര്യം കൂടെ ചേർത്താ പറഞ്ഞേ. ശരിയായിട്ട് ആത്മാവിന്റെ തീ ആണെങ്കിൽ ദുശ്ചിന്തയും പകയും വൈരാഗ്യവും ഇതെല്ലാം ദഹിച്ചു മാറണം. നമ്മൾ ആ പാട്ടിന്റെ വരിയരുത്, ദഹിപ്പിക്കണം ചിലർക്ക് അറിയാത്തത് കൊണ്ടാണോ പാടാത്തെ, അതോ ആ പാട്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ, അതോ ഇനിയും ഒത്തിരി കാര്യം ദഹിക്കാനുള്ളത് കൊണ്ടാണോ, അതോ പ്രസംഗം ദഹിക്കാഞ്ഞിട്ടാണോ? ദഹിപ്പിക്കണം എന്നെയ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭു. അപ്പൊ ശരിയായ തീ കത്തിയാൽ ഇതൊക്കെ ദഹിക്കും. അപ്പൊ നമ്മുടെ ആൾക്കാർ ഈ തീയാണ് പാടുന്നൊന്നും ശരിയായ തീ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കത്തി. എന്തോ കത്തി? ആ കത്തിയാ മൊത്തം. പിള്ളേർ പറയില്ലേ, ഓ അയാൾ കത്തിയാന്ന്. ആ കത്തിയാണ് കത്തുകാരനെന്ന്. ഞാൻ ചോദിക്കട്ടെ, അച്ഛൻ്റെ പേരെന്തുവാ? വർഗീസ് ചാന്. ഒരു 65 വയസ്സുണ്ടോ? ആ ആട്ടോ, അത് പൊതുവെ പറയണ്ട, 67 മതി. അത്രയും പറയുകയല്ല. അപ്പം ഈ കത്തലെല്ലാം നടക്കുക ഇവിടുത്തെ കാര്യമല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യമാ. അടുത്തിരിക്കുന്ന സഹോദരന്മാർക്ക് ഇതുവരെയും കൈ കൊടുക്കാനും മിണ്ടാനും മനസ്സില്ല, പിന്നെ എന്തോ കത്തല. തിരുമേശ കഴിയുമ്പോൾ കോവിഡിന് നിയമമുണ്ട്, അത് പോട്ടെ, അത് പൊതുവിൽ. അടുത്തിരിക്കുന്ന സഹോദരൻ ആരുമാകട്ടെ, ആ തിരുമേശയ്ക്കടുത്ത് ഒരു വിശുദ്ധ ചുംബനം കൊടുക്കാൻ നിനക്ക് പറ്റുന്നില്ല, എന്തോ കത്തല. ഒരു സഭയിൽ കൂടുന്ന എല്ലാവരോടും കൈ കൊടുക്കാനും സഹകരിക്കാനും മിണ്ടാനും മനസ്സ് വരുന്നില്ല, പിന്നെന്തോ കത്തല. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ ചിലർ പോകത്തില്ല, മിണ്ടുകയല്ല, എന്തോ കത്തുന്നേ. സഹോദരങ്ങളോട് മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, പിണക്കവാ, പിന്നെന്തോ കത്തല. ശുശ്രൂഷകർ തമ്മിൽ പാനല, ഗുസ്തി, എന്തോ കത്തല. എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നിനെ കണ്ടു ഒരുത്തനെ കാലേ വലി ചലിക്കുക, അടുത്ത ആൾ കയറി ഇരിക്കുന്നത്, എന്തോ കത്തല. മറ്റൊരുത്തന് ആയുസ് കയറാതിരിക്കാൻ അവനെ ചെളിവാരി എറിയുക, അതിന് മാധ്യമങ്ങളും കൂട്ടുപിടിക്കും, എന്തുവാ കത്തുന്നേ. ചൂടായതുകൊണ്ടാണ് ഒരു പ്രയാസം. എന്നാ 12:30 നിർത്താം. ഒന്ന് വരെ പോട്ടെന്ന്. ആട്ടെ, ചിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയുന്നേ. എനിക്കെൻ്റെ കൂട്ടു സഹോദരന് കൈ കൊടുക്കുവാനും ആത്മാർത്ഥമായി സഹകരിക്കാനും മിണ്ടാനും പറ്റുന്നില്ലെങ്കിൽ ഞാൻ കാണിക്കുന്നതെല്ലാം പ്രകസനമാണ്. ഒന്നും കത്തുന്നില്ല, മൈക്കിൻ്റെ ഓളിയും കൂട്ടുന്നുണ്ട്, എല്ലാവരും വന്ന് അടിച്ചു വരും, അതൊന്നും ആത്മീയ കത്തലല്ല. ദൈവാത്മാവിന്റെ തീയായി ഇറങ്ങുന്നെങ്കിൽ ഇതെല്ലാം ദഹിക്കണം. വണ്ടി കൂടുന്നതും ആള് കൂടുന്നതും അല്ല ഉണർവ്. നമ്മൾ ഭയങ്കര ഉണർവായിരുന്നു. എന്തോ വണ്ടിയായിരുന്നു, റോഡ് മുഴുവൻ. പിന്നെ വണ്ടി കൂടുന്നതാ ഉണർവെങ്കിൽ ശബരിമലയിലാ ഉണർവ്. എന്തും വേണ്ട വണ്ടിയാ. KSRTC തന്നെ എത്ര എണ്ണമാ? പാർക്കിങ്ങിന് സ്ഥലം പോലും അല്ല. വണ്ടിയുടെ കണക്ക് വെച്ച ഉണർവാണെങ്കിൽ ഉണർവ് നടക്കുന്നത് കൊച്ചുപമ്പ മുതൽ ളാഹ മുതൽ ബ്ലോക്കാ. ഈ പ്രാവശ്യം പിന്നെ ഗവൺമെന്റ് പറഞ്ഞു KSRTC കയറ്റി വിട്ടേക്കാൻ പറഞ്ഞു. ബാക്കിയല്ല അവിടെ നിങ്ങൾ ഈ ഏരിയ പേപ്പർ വരികയല്ലേ, പേപ്പർ മില്ല് ഇവിടെ ആയിരുന്നല്ലോ. ഇപ്പം ഇല്ലെങ്കിലും മനോരമ വരുന്നില്ലേ? അതോ മനോരമക്കാരുമായിട്ട് ഉടക്കാന്നോ? ആ, വണ്ടി കൂടുന്നതല്ല ഉണർവ്. അല്ലല്ല, ആള് കൂടുന്നത് വല്ല ഉണർവ്.
ആള് കൂടുന്ന ഉണർവാന്ന് നോർത്ത് ഇന്ത്യ കുംഭമേളയ്ക്കാ ഉണർവ്. അവിടെ ചവിട്ടുകൊണ്ട് ജാകുന്ന ആള് പോലും ഇന്ന് ഇവിടെ വന്നിട്ടില്ല. ആള് കൂട്ടിട്ട് കയറി ചവിട്ട് കൊണ്ട് ജാകുന്ന ആള് നമ്മുടെ കൺവെൻഷന് വരുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആള് കൂടുന്നതല്ല ഉണർവ്, വണ്ടി കൂടുന്നത്. ആദിമാശ്രേകവും ജീവനും യാഗവും മാഞ്ഞുപോയി. ആദിമാശ്രേകവും ജീവനും യാഗവും മാഞ്ഞുപോയി. ദൈവവിശ്വാസമോ കേവലം പേരിനു മാത്രമാ. വന്നാലും നിന്നാല് വന്നാലും നീ മാമില്, വന്നാലും നിന്നാല് വന്നാലും നീ മാവില്. അവപാട്ടം പോൽ സ്വർഗദാതാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നും ഞങ്ങളെ ഉണർവാരുള്ള നേരം ദേവാ. തേജസ്സിനാലേ ദേവാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നും ഞങ്ങളെ ഉണർവരുക ഇന്നേരം ദേവാ. ആത്മതേജസ്സിനാലേ മേവാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളെ ഉണർവാരുക ഇന്നേരം ദേവാ. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അപ്പൊ ശരിയായ ഉണർവ് നടക്കണമെങ്കിൽ ഇതെല്ലാം ദഹിക്കണം. ദൈവത്തിന് മഹത്വം. കർത്താവ് അതാ പറഞ്ഞേ, മനുഷ്യന്റെ അകത്തോട്ട് പോകുന്നതല്ല അവനെ അശുദ്ധനാക്കുന്നത്. അകത്തുനിന്ന് ക്ലിയറായിട്ട് പറഞ്ഞു, അകത്തുനിന്ന് ഹൃദയത്തിനകത്തിന്ന്. അകത്തെന്തെല്ലാം ആമാശയും പിത്താശയും എല്ലാം അകത്ത് കിടക്കില്ലയോ? തെറ്റിദ്ധരിക്കരുത്. അതിനാ കർത്താവ് ക്ലിയർ ആക്കി, അകത്ത് നിന്ന് ഹൃദയത്തിനകത്തിന്ന്. നമ്മുടെ ഓരോ യോഗങ്ങളും കഴിയുമ്പോൾ ചാട്ടവും ബഹളവും ഒച്ചപ്പാടും അത് നല്ലതാ. ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. ആരും പൂർണ്ണരല്ല, ആരും സമ്പൂർണ്ണരുമല്ല. പക്ഷേ ഓരോ പ്രാവശ്യത്തെ യോഗം കഴിയുമ്പോഴും നമ്മൾ ഒന്നുകൂടെ ഒരുക്കപ്പെടണം. ഹൃദയം ഒന്നുകൂടെ നിർമ്മലീകരിക്കപ്പെടണം. ആസാബാ പറഞ്ഞ ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. നമ്മുടെ കർത്താവ് തന്നെ പഠിപ്പിച്ചത്, ഹൃദയശുദ്ധിയുള്ളവർ അവരാ ഭാഗ്യവാന്മാർ, അവരാ ദൈവത്തെ കാണുന്നത്. ഹൃദയം എല്ലാത്തിനേക്കാളും കപടമാ. അത് ആരാഞ്ഞറിയുന്നവൻ ദൈവമാ. നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന എനിക്കറിയത്തില്ല, എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന നിങ്ങൾക്കും അറിയത്തില്ല. അടുത്തിരിക്കുന്നവരുടെ ഹൃദയത്തിൽ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം. അങ്ങനെ അറിയാറുന്ന ഇന്നും ഇവിടെ ഇങ്ങനെ സമാധാനത്തോടെ ഇരിക്കുകയല്ല. കസാരയെടുത്ത് തലതല്ലി പൊട്ടിച്ചാനും. ദൈവം തമ്മിനെ സൃഷ്ടിച്ചപ്പോഴും ആ പരുവത്തിനാ. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്ന രീതിയിൽ ആ ഒപ്പിച്ചു വെച്ചിരുന്നെങ്കിൽ. സ്തോത്രം. പക്ഷേ എന്റെയും നിങ്ങളുടെ എല്ലാം ഹൃദയത്തിരിക്കുന്ന അവിടുന്ന് ഇതെല്ലാം നന്നായിട്ട് അറിയുന്നുണ്ട്. ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. അതെ നമ്മുടെ വിഷയത്തിലേക്ക് വരണം. അപ്പൊ ഇവരെ ഈ കറക്കിയത് ദൈവമാണ്. എന്തിനാ കറക്കിയതെന്ന് ചോദിച്ചാൽ ഹൃദയത്തിനകത്തിരിക്കുന്നത് പുറത്തു വരണം. അമ്മ ഒരു വാക്യം വായിച്ചേ. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും നിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിവാനുമായി ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ തെളിഞ്ഞല്ലോ. ഈ വാക്യം കൊണ്ട് തെളിഞ്ഞു. നിന്റെ ഇതിപ്പം കൂടെ ഞാന്
കുഴപ്പമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും നിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ, അവിടെ നടത്തിയെന്ന അപ്പറ വായിക്കുന്ന ചുറ്റിച്ചെന്ന. സ്തോത്രം. അപ്പോൾ ഇങ്ങനെയിട്ട് കറക്കിയത് എന്തിനാന്ന് ചോദിച്ചാൽ ഹൃദയത്തിനകത്തിരിക്കുന്നത് നല്ലതുപോലെ കറങ്ങുമ്പോൾ ഉള്ളിലിരിക്കുന്നത് വെളിപ്പെടും അല്ലേ? ചക്കിനകത്തിട്ട് കൊപ്പറായിട്ട് നന്നായിട്ട് കറക്കി ഞെരുക്കുമ്പോഴാ കൊപ്പറായിക്കകത്തിരിക്കുന്ന സാധനം എന്നാന്ന് മനസ്സിലാകുന്നേ. ഞായറാഴ്ച 10 മുതൽ 1 മണി വരെ നമ്മൾ കൂടും മിക്കടുത്തും. നന്നായിട്ട് കറങ്ങിയില്ലെങ്കിൽ ഒന്നും പിടികിട്ടുകയല്ല. നല്ലതുപോലെ കറക്കി കഴിയുമ്പം കൊപ്പറ എങ്ങനെയാന്ന് തിരിയും. എണ്ണയുള്ള കൊപ്പറയാണോ, എണ്ണയില്ലാത്തതാണോ, കനച്ചതായിരുന്നോ, തരം തിരിഞ്ഞു വരും. നല്ലതുപോലെ കറക്കണം. ജീവിതത്തിൽ നല്ലതുപോലെ കറങ്ങുമ്പോൾ തനിനിറം വെളിപ്പെടും. തനിനിറം. പ്രശ്നകലുഷിതമായ പോരാട്ടങ്ങളിൽ കൂടി നീ കറങ്ങുമ്പോഴാ നീ ആത്മീയനാണോ അനാത്മീയനാണോ എന്ന് തെളിയുന്നത്. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ടിരിക്കുമ്പോൾ ആത്മീയം പിടികിട്ടത്തില്ല. കഷ്ടതയുടെ, പോരാട്ടങ്ങളുടെ, പ്രതിസന്ധികളുടെ തീച്ചൂളക്കകത്തോടെ പോകുമ്പോൾ ആമൻ പൊന്നുപോലെ നീ പുറത്തു വരും. നല്ലതുപോലെ കറക്കണം. അപ്പൊ ഇവ കറക്കിയത് ദൈവമാ. എന്തിനാ കറക്കുന്നത് ചോദിച്ചാൽ അകത്തിരിക്കുന്നത്. ഇനി മറുവശമുണ്ട്. ഇവരെ കറക്കി വേറെ വഴി കൂടെ വിടാൻ കാര്യം, ഞാനെപ്പോഴും പറയും, വീതിയുള്ള വിശാലമായ പെരുവഴിയുണ്ട്, അതിലെ വിട്ടില്ല. വിടാഞ്ഞതിന്റെ കാരണവും അവിടെ എഴുതിയിട്ടുണ്ട്. അത് ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴിയാ, അതാ അതിലെ വിടാഞ്ഞ്. എനിക്കും നിങ്ങൾക്കും ചില വഴി നല്ല വഴിയാന്ന് തോന്നും. വിശാലമായ വഴി, വീതിയുള്ള വഴി, വിശാലമായ വഴി, നല്ല വഴി എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ സർവജ്ഞനായ ദൈവത്തിനറിയാം ആ വഴി കൂടെ പോയാൽ നീ ഇതിനകത്ത് നിലനിൽക്കുമോ, പിന്മാറുമോ, തളർന്നു പോകുമോ, പുറകോട്ട് പോകുമോ എന്ന് ദൈവത്തിനറിയാം. നമുക്ക് തോന്നും ചില വഴികളൊക്കെ നല്ല വഴിയാന്ന്. ആ വഴി കൂടെ ആദ്യം പ്രവേശിക്കുമ്പോൾ നമ്മൾ സാക്ഷ്യവും പറയും, ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറന്നു. ഞങ്ങൾ ചോദിക്കുന്നതിലും ഞാൻ എതിർക്കുകയല്ല. അങ്ങനെയൊക്കെ പണ്ട് സാക്ഷി പറഞ്ഞ ആൾക്കാർ ഇപ്പൊ ആ വഴിയിൽ നിന്ന് തിരിച്ചു പോരാനായിട്ട് മിണ്ടുന്നില്ല. പേരും സ്ഥലമൊന്നും പറയുന്നില്ല. എന്നോടൊരിക്കൽ ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ, പിള്ളേര് രക്ഷപ്പെടും എന്ന് ഉദ്ദേശിച്ച പിള്ളേരെയും കൊണ്ട് ഞാൻ ഈ രാജ്യത്ത് വന്നത്. ഏത് രാജ്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പിള്ളേര് 3 പേരും രക്ഷപ്പെടും എന്നോർത്താണ് പിള്ളേരുമായിട്ട് ഞാൻ ഈ രാജ്യത്ത് വന്നത്. ഇപ്പം 10-22 കൊല്ലമായി എനിക്ക് മനസ്സിലായി പിള്ളേരും രക്ഷപ്പെടുകയില്ല, ഞാനും രക്ഷപ്പെടുകയില്ലെന്ന്. രക്ഷപ്പെടാൻ ഞങ്ങൾക്കെല്ലാം ആഗ്രഹമുണ്ട്, പക്ഷേ വെട്ടിനകത്ത് വീണു. ചെന്നപ്പോഴേ ഒരു വീടെടുത്തു, ലോണ്, ഒരു വണ്ടിയും കിട്ടി. 25 കൊല്ലം കൊണ്ട് അടച്ചു തീരുവുള്ളൂ. ഈ 25 കൊല്ലം കൊണ്ട് പിള്ളേർ അവിടുത്തെ കൾച്ചറായി. എല്ലാവരുടെയും കാര്യമല്ല ഈ പറയാൻ. അതിനകത്തും നന്നായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, എങ്കിലും സിംഹഭാഗവും. ആ മനുഷ്യൻ വളരെ വേദനയോടെ എന്നോട് പറഞ്ഞത്, രസകരമായിട്ടല്ല പറഞ്ഞത്. ഇടയ്ക്ക് ഞാനൊരിക്കൽ ചോദിച്ചു, എങ്ങനെയുണ്ട് പിള്ളേരൊക്കെ? പിള്ളേരെല്ലാവരും മാത്തമാറ്റിക്സാന്ന് പറഞ്ഞു. പുള്ളി നല്ല കൂർമ്മ ബുദ്ധിക്കാരനാണ്. മനസ്സിലായോ? നമുക്ക് ചില വഴി നല്ല വഴിയാന്ന് തോന്നും, വിശാല വഴിയാന്ന് തോന്നും.
ദൈവം ഒരുക്കിയതാണെന്ന് തോന്നും, പക്ഷെ അതിൻ്റെ ഒടുവിൽ വിനയായിരിക്കും. അത് ദൈവത്തിനറിയാം. വായിച്ചാൽ മാമേ 13:17 പുറപ്പാട് 13:17 ഒന്നുകൂടെ വായിച്ച്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം മുമ്പേ വായിച്ചതല്ലേ, ഒന്നുകൂടെ വായിച്ചു. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തുള്ള കൂടിയുള്ള വഴി അടുത്തതൊന്നും വരികിലും, പക്ഷേ ജനം യുദ്ധം കാണുമ്പോൾ അനുദപിച്ച് മിസ്രയീമിലേക്ക് മടങ്ങി പോകുന്നു വെച്ച് ദൈവം തമ്പുരാൻ അവരെ അതിലെ കൊണ്ടുപോയില്ല. ചെങ്കടലിലൂടെ മരുഭൂമി കൊണ്ട് ദൈവം ജനത്തെ ചുറ്റി നടത്തി. 13:17 ഒന്നുകൂടെ വായിച്ചേ. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തതെന്ന് വിചാരിച്ചു. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തതാ. അപ്പൊ എളുപ്പ വഴിയാ. മിസ്രയീമിൽ നിന്ന് കനാനിലോട്ട് പോകാൻ എളുപ്പ വഴി ഇതാ. അടുത്തത് പെട്ടെന്ന് പോയിട്ട് വരാം. ഈ കറക്കമെല്ലാം കിടന്ന് കറങ്ങണ്ടെന്ന്, പെട്ടെന്ന് പോകാം. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്ന് കറങ്ങി. പിന്നെ അദ്ദേഹം പറഞ്ഞ് തന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഫോൺ വെക്കണ്ട, ഞാനും നമുക്ക് സംസാരിച്ചുകൊണ്ട് അങ്ങ് വരാം. അതുകൊണ്ട് തെറ്റാതെ കൃത്യയോടെ വന്നു. ഇല്ല കറങ്ങിയാനോ, ഒന്നുകൂടെ കറങ്ങിയാനോ. അപ്പോൾ ഇവര് ദൈവം കറക്കി. എളുപ്പവഴിയുണ്ട്. ആ എളുപ്പവഴി കൂടെ ദൈവം വിട്ടില്ല. നമ്മളെല്ലാം എളുപ്പവഴി പോകാനിരിക്കുന്നവരാ. ഇടുകുടുക്കെ ചോറും കറിയും. പ്രാർത്ഥിച്ച ഉടനെ വിടുതൽ, പ്രാർത്ഥിച്ച ഉടനെ സൗഖ്യം, ഉപവസിച്ച ഉടനെ അത്ഭുതം. അല്ലേ പെട്ടെന്ന് സ്തോത്രം. നമുക്ക് ചില വഴി എളുപ്പ വഴിയാണെന്ന് തോന്നുന്നു, പക്ഷേ അതിന്റെ പിമ്പിലുള്ള വഴിതിരണികൾ ദൈവത്തിനറിയാം. അതുകൊണ്ട് ആ വഴിയിൽ കൂടി ചിലപ്പോൾ ദൈവം നമ്മളെ വിടത്തില്ല. ഇവിടെ വായിക്കുന്നത് ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തതെന്ന് വരികിലും. അപ്പോൾ അതിനെ ദൈവം വിട്ടില്ല. ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തതാ. വിടാഞ്ഞതിന്റെ കാര്യം അവിടെ തന്നെ ഉണ്ട്. ഇത് ഫെലിസ്ത്യരുടെ ദേശമാ. ഫെലിസ്ത്യരുടെ അത് രാജപാതയാ, വീതിയുള്ള വഴിയാ, വണ്ടി പോകുന്ന വഴിയാ, എളുപ്പ വഴിയാ. പക്ഷെ ദൈവം തൻ്റെ ജനത്തെ അതിലെ വിട്ടില്ല. നമുക്ക് ചില വഴി എളുപ്പ വഴിയായി തോന്നും. വീതിയുള്ള വഴിയാ, വിശാലമായ വഴിയാ, നല്ല വഴിയാ, ഹൈവേയാ, വണ്ടി പോകുന്നതാ. അയ്യോ എനിക്ക് അതിലേ പോകുന്നതാ കൂടുതലും ഇഷ്ടം. അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ. പക്ഷെ ദൈവം ചിലപ്പോൾ ചിലരെ അതിലെ വിടുകയില്ല. തമ്പുരാൻ ഏലിയാവിനോട് പറഞ്ഞത് യോർദാന് കിഴക്ക് കരീത്ത് തോട്ടിനരികെ പോയി ഒളിച്ച്. അവിടെ ഞാൻ കാക്കയോട് പറഞ്ഞിട്ടുണ്ട്, തോട്ടിലെ വെള്ളവും കരീത്തിൽ ഒത്തിരി വെള്ളമില്ല, കുറച്ച് വെള്ളമുണ്ട്. പക്ഷെ യോർദാനിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. കൊയ്ത്തുകാലത്ത് വരെ കര കവിഞ്ഞ് ഒഴുകുക. അപ്പം നമ്മൾ കര കവിഞ്ഞൊഴുകുന്ന അവിടെ ഇരുന്ന് ഇരിക്കുന്നതാണോ നല്ലത്, ഇച്ചിരി വെള്ളമുള്ളിടത്തിരിക്കുന്നതാണോ നല്ലത്? ദൈവം പറഞ്ഞ അവിടെ നിൽക്കട്ടെ. ഒത്തിരി വെള്ളമുള്ളിടത്തിരിക്കുന്നതാണോ താല്പര്യം, ഇച്ചിരി വെള്ളമുള്ളിടത്ത്? നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായിട്ട് പറയണം. അങ്ങനെ വഴിക്ക് വാ. ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്നതാണോ ഇഷ്ടം വലിയ വീട്ടിൽ താമസിക്കുന്നതാണോ? സത്യം പറ. അല്ല, ഞാൻ കുറ്റമല്ലേ പറഞ്ഞത്. വില കുറഞ്ഞൊരു വണ്ടിയാണോ ഇഷ്ടം, വില കൂടിയൊരു വണ്ടിയാണോ? എല്ലാവർക്കും അങ്ങനെ. ഞാൻ കുറ്റം പറയല്ല. 150 രൂപയുടെ ഷർട്ടാണോ ഇഷ്ടം, 1500-ൻ്റെ ആണോ? എല്ലാവർക്കും അങ്ങനെ. 350 രൂപയുടെ സാരിയാണോ ഇഷ്ടം, 1500-ൻ്റെ ആണോ? സത്യം പറയണം. പിന്നെ അല്ലേ, കഞ്ഞിയും പയറുവാണോ ഇഷ്ടം, അതോ ബിരിയാണിയോ ഫ്രൈഡ് റൈസ് ആണോ ഇഷ്ടം? സത്യം പറ. ആരുടെ കുഴപ്പമല്ല, മനുഷ്യപ്രകൃതി അതാ. നിങ്ങളെ ഇകഴ്ത്താൻ പറഞ്ഞതുമല്ല. എല്ലാവർക്കും എന്തുവാ അതിന് പറയുന്നത്? സമൃദ്ധി, ഉയർച്ച, സമൃദ്ധി. സ്തോത്രം. അപ്പൊ ഏലിയാവിനോട് ദൈവം പറഞ്ഞത്, നീ യോർദാന് കിഴക്ക് കരീത്ത് തോട്ടിന്റെ. പണ്ട് ഞങ്ങളുടെ ഒരു ഉപദേശി പ്രസംഗിച്ചപ്പോൾ ഒരപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചാ ഏലിയാവ് ഒളിച്ചിരുന്ന് എവിടാന്ന് ചോദിച്ചു. മേടൽ അച്ഛനോട്. എവിടെ? പുള്ളി പറഞ്ഞു, ഏലിയാവല്ലേ കോഴിത്തോട്ടിലാന്ന് പറഞ്ഞു. അതെ, മുണ്ടക്കയത്തിനടുത്താ. പുള്ളിക്ക് കരീത്ത് തോട്ടൊന്നും കിട്ടിയില്ല.
ഏലിയാവ് ഒളിച്ചിരുന്ന എവിടെയാന്ന് ചോദിച്ചു. ഏലിയാവല്ലേ, അതെ, കോരുത്തോടിന് അവിടെയാണെന്ന് അവർ. അപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞത്, നീ യോർദാന് കിഴക്ക് കെരീത്ത് തോട്ടിന്റെ അവിടെ. അവിടെ ഞാൻ കാക്കയോട് പറഞ്ഞിട്ടുണ്ട്, കാക്ക അവിടെ വരുന്നത്. നീ യോർദാൻ എവിടെ പോയിരുന്ന, അയ്യോ യോർദാന്റെ വൻകാട്ടി സിംഹം പറഞ്ഞു വന്നതിന്റെ ക്ലിക്ക് എന്നൊരു പിടി പിടിക്കും. അതോടെ നിന്റെ ഇടപാട്. യോർദാന്റെ വൻകാടല്ലേ, യോർദാന് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അയ്യോ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ പമ്മിയിരുന്നാൽ നീ വെള്ളം കുടിച്ചിരിക്കുമ്പോൾ മറ്റോ വന്ന് ജോർജ് കുട്ടിഞ്ഞു വാ നമുക്ക് അകത്തോട്ട് പോകാമെന്ന് പറയും. നേരെ മനസ്സിലാകുന്നുണ്ടോ? ദൈവം പറയുന്നിടത്തിരിക്കണം. അല്ല, അങ്ങനെയൊക്കെ സമൃദ്ധിയിലിരുന്ന പല ആൾക്കാരും കുഴഞ്ഞിട്ടുണ്ടല്ലോ, ഇല്ലേ? ആർക്കും വരാതിരിക്കട്ടെ, ഒരുത്തർക്ക് സംഭവിക്കാതിരിക്കട്ടെങ്കിലും അല്പ ഭയത്തോടാണെങ്കിലും സന്ദർഭം വന്നുകൊണ്ട് പറയാം, ഭയങ്കരം വീട് പണിത പല ആൾക്കാർക്കും അതിനകത്ത് ശാന്തമായിട്ട് താമസിക്കാൻ പറ്റുന്നില്ല. ഇല്ല, എല്ലാവരുടെയും കാര്യമല്ല. കോടിക്കണക്കിന് പൈസ മുടക്കി ഒരാൾ പറഞ്ഞ് പട്ടിക്കൂടിന് 25 ലക്ഷം ആകുമെന്ന് പറഞ്ഞു. ആകുമെന്ന് നടന്നുകൊണ്ടിരിക്കുക. ഗേറ്റ് മുട്ടിയ ബെഡ്റൂമിൽ അറിയും. ആട്ടെ, അധ്വാനിച്ച് ലഭിക്കുന്ന പൈസ കൊണ്ട് അവനവൻ്റെ ഇഷ്ടത്തിന് പണി. നമുക്കിപ്പോൾ അതൊന്നും എതിർക്കാനൊക്കത്തില്ല. രാജസ്ഥാൻ മാർബിളുമൊക്കെ ഇറക്കി, നല്ല കാര്യം. പക്ഷെ അങ്ങനെ പണിത് പല വീട്ടിലും പല ആൾക്കാർക്കും സമാധാനത്തോടെ ശാന്തമായി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനും ജീവിക്കാനും പറ്റുന്നില്ലെന്ന്. ഒരാൾ എന്നോട് പറഞ്ഞു, ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് നാളൊത്തിരിയായി, സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് വേറെ ഒരു രാജ്യത്ത് ചെന്നപ്പോൾ ഭയങ്കര വീടാ, വലിയ വീടാ. ഇവിടുത്തെ സ്ഥലക്കണക്ക് പറയുകയാണെങ്കിൽ 5 ഏക്കറിലാണ് ഒരു വീടിരിക്കുന്നത്. 5 അല്ലായിരിക്കും. എന്നെ മുറികളെല്ലാം കൊണ്ട് കാണിച്ചു. ഞാനൊരു 14 ബെഡ്റൂം എണ്ണി. പിന്നെ വേറെയൊക്കെ ഏതാണ്ടെല്ലാം റൂമുകളുണ്ട്. എതിര് പറഞ്ഞതല്ല. വീടിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഈ ജിംനേഷ്യമാണ്. പല ഉപകരണങ്ങളുണ്ടല്ലോ. സെറ്റ് തന്നെ എനിക്കൊന്നും പറയാൻ അറിയാൻ മേല. ഒത്തിരി ജോഡിയുണ്ട്. എല്ലാം മിക്ക മുറിയിലും ഉണ്ട്. ഞാനാണ് അതിൽ ഒത്തിരി പ്രാവശ്യം പുള്ളി കാണാതിരിക്കുകയും താഴുകയും ചെയ്തു. കാരണം നല്ല സുഖം ഇരുന്നാൽ നമുക്ക് എഴുന്നേക്കാനും. പുള്ളി അങ്ങോട്ട് പോയപ്പോൾ ഞാൻ തന്നെ 3-4 പ്രാവശ്യം. സത്യം പറയണ്ടേ, നമ്മൾ ആയുസിൽ ആദ്യം അങ്ങനെ. പിന്നെ എന്തിനാ കള്ളം പറഞ്ഞത്? ഞങ്ങളുടെ വീട്ടിൽ അത്രയില്ല. തന്നെയല്ല, ഞാൻ എൻ്റെ ആയുസിൽ ആദ്യമാണ്. എന്നാ സോഫ്റ്റാണെന്നറിയാം. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ഇഷ്ടംപോലെ കോടിക്കണക്കിനുണ്ട്. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞു, മനീഷ ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിട്ട് ഒത്തിരി നാളായെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും ഭക്ഷണം കഴിക്കാറില്ല. വിഷയം എന്നാന്ന് ഞാൻ പറയുന്നില്ല, പറയത്തുമില്ല. മനസ്സിലായോ? അതേസമയം ചാണകമിട്ട് മെഴുകിയ തറ, 2 മുറി, ഒരു ചായപ്പും, അടുക്കള, പ്ലേറ്റ് നിറച്ച ചോറ്, നല്ല പോളിങ്ങുമാ. നമ്മൾ അങ്ങേയറ്റം പോയാൽ 1 സ്പൂണ് 2 ഉണക്ക ചപ്പാത്തിയും പിന്നെ പാവയ്ക്ക തോരൻ വെച്ചത്. പിന്നെ അങ്ങേയറ്റം പോയാൽ 1 സ്പൂൺ ചോറും ഇച്ചിരി കാച്ചിയ മോരും. ഏതാ ഈ വലിയ വീട്ടിലെ അച്ചായനും കൊച്ചമ്മയും. അന്നേരം ചാണകം ഇട്ട് മേടിക്കുക തറയിലും 2 മുറിയും ചായ പായിക്കുന്ന തങ്കച്ചൻ 1 പ്ലേറ്റ് ചോറും അതിനടുത്ത കൂട്ടാനും 1 പടല പഴം വെച്ചതാ പകുതി അവൻ കഴിച്ച്. അന്നേരം പറഞ്ഞു, തങ്കച്ചായ പായസം വേണമെന്ന് 1 കപ്പ് കൊണ്ടുവരാൻ.
നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം കഴിച്ചേച്ച് തങ്കച്ചൻ പായിലോട്ട് കിടന്നതേ ഉള്ളൂ, മോട്ടർ ഫിറ്റ് ചെയ്ത പോലെ. 2 ഉണക്കച്ചപ്പാത്തിയും പാവയ്ക്കാത്തോരനും 1 സ്പൂൺ ചോറും കഴിച്ച ബേബിച്ചായൻ ഉറക്കമില്ലാതെ ടെറസിൻ്റെ മണ്ടേ കൂടെ ഇടയ്ക്കിടയ്ക്ക് ടോർച്ചും അടിച്ച് നോക്കുന്നുണ്ട്. അപ്പം ബേബിയാണോ നല്ലത്, തങ്കച്ചനാണോ എന്നുള്ളത് അച്ചായൻ തീർത്ത് പറഞ്ഞെങ്കിലേ അടുത്ത പോയിന്റ് ഞാൻ പറയുള്ളൂ. തങ്കച്ചൻ അത് തന്നെ. സ്തോത്രം. സമ്പത്തല്ല വിഷയം, അത് തെറ്റാന്നല്ല. വലിയ വീടല്ല വിഷയം, വീട് തെറ്റാന്നല്ല. എല്ലാവരും നല്ല വീട് വെക്കണം, എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത ഉണ്ടാകണം, അത് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. പക്ഷെ ഇതിലെല്ലാറ്റിൽ ഉപരി നിനക്ക് സമാധാനമുണ്ടോ? സമാധാനമുണ്ടോ? അതാ വിഷയം. ദൈവത്തിന് മഹത്വം. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ കെരീത്തിന്റെ അവിടെ ഇരുന്നാൽ മതി, കാക്ക അവിടെ വരുന്നത്. യോർദാന്റെ അവിടെ അല്ല കാക്കയോട് പറഞ്ഞു. ദൈവം കാക്കയോട് പറഞ്ഞ കെരീത്തിന്റെ അവിടെ ഉപദേശിക്കാണ്, അവിടെ കൊണ്ട് കൊടുക്കാനാ. കാക്ക സൂക്ഷം കെരീത്തിന്റെ അവിടോട്ട് വരുവുള്ളൂ. യോർദാന്റെ അവിടെ നമ്മളിരുന്നാൽ കാക്കയൊന്നും അതിലെ വരികയില്ല. പിന്നെ വരുന്നത് കരടി വരും, കുഞ്ഞുഞ്ഞിനെ പിടിച്ചുകൊണ്ട് നേരെ. അപ്പം കരടി പിടിക്കുന്നിടത്തിരിക്കണോ കാക്ക വരുന്നിടത്തിരിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് എന്നോട് പറയണം. എന്നിട്ട് ഞാൻ അടുത്ത കാര്യം പറയാം. ഇവിടെ ഇരിക്കണം. കരുത്ത് തോട്ടിലെ വെള്ളം പറ്റിയാലും കാക്കയിൻ വരവ് നിന്നിടിലും. കരുത്ത് തോട്ടിലെ വെള്ളം പറ്റിയാലും കാക്കയിൻ വരവു നിന്നിടിലും. ഓ സാരപ്പത്തോരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളൂ. സാരപ്പത്തോരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളൂ. അമ്മൻ പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലൻ നടത്തിയിടും അന്ത്യം വരെ. ദൈവത്തെ സ്തുതിക്കേ. ഹല്ലേലൂയ. മോനെ സമയം എന്തുവായി? 12:25. ഇച്ചിരി കൂടി എടുക്കാമല്ലോ. ചൂടായത് കൊണ്ടാണ് കേട്ടോ. നിങ്ങളെല്ലാം വളരെ പ്രയാസപ്പെട്ടിരിക്കുക, ആരുടെയും കുഴപ്പമല്ല. പ്രസംഗം ഞാൻ നിർത്തേണ്ടതിന് എനിക്കൊരു സിഗ്നല് കണ്ണട എങ്ങെടുത്ത് മടക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും. കൂടെ കൂടെ കണ്ണട എടുത്ത് മടക്കരുത്, അപ്പോൾ എനിക്ക് ഡൗട്ട് അടിക്കും. നമുക്ക് ചില വഴികൾ വിശാലമായ വഴി, വീതിയുള്ള വഴി, നല്ല വഴിയാണെന്ന് തോന്നും. പക്ഷേ അതിൻ്റെ ഒടുവിൽ വിനയാ, അത് ദൈവത്തിനറിയാം. അപ്പോൾ ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തതാണ്, അതിലെ വിട്ടില്ല. ഏലിയാവിനോട് പറഞ്ഞ് കരീത്ത് തോട്ടിൻ്റെ അറിയാം, കുറച്ച് വെള്ളമുള്ളു. യോർദാനിൽ കര കവിഞ്ഞ്. പക്ഷെ അതിൻ്റെ വ്യത്യാസം, യോർദാനിലെ വെള്ളം കലക്ക വെള്ളമാണ്, കലങ്ങിയാണ് മറിയുന്നത്. നമ്മളൊരു പാട്ട് പാടില്ല, യോർദാൻ. മതി മതി മതി, തെളിയിക്കാൻ പാടിയെന്നേ ഉള്ളൂ. അല്ല, ഇന്ന് മുഴുവൻ അത് പാടാൻ നേരമില്ല. അപ്പം യോർദാനിലെ വെള്ളം ഇഷ്ടംപോലെ വെള്ളമുണ്ട്, പക്ഷെ മുഴുവൻ കലക്ക വെള്ളമാണ്. കരീത്തിലെ ഒത്തിരി വെള്ളമില്ല, ഉള്ളത് തെളിഞ്ഞതാ. പിന്നെ എൻ്റെ ഭാഷ പറഞ്ഞ യോർദാനിലെ വെള്ളം കുടിച്ച എന്നും തുമ്മലും ചീറ്റലുവാ, ബിമ്മിഷ്ടവും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇഷ്ടംപോലെ വെള്ളമുണ്ട്, യഥേഷ്ടമുണ്ട്, പക്ഷെ എന്നും യോഗത്തിന് വരാനൊക്കുകയല്ല. എന്നെ പറ്റിയമ്മ, ഓ ഇന്നലെ മുതലേ എനിക്ക് ഇസ്നോഫിലിയാടെയാണ്. അതിന് യോധന, ഓ ഞാൻ അവിടെ ഇരുന്ന് തുമ്മുകയും ചീറ്റുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക്. കരീത്തിലെ വെള്ളം കുടിച്ച തങ്കമ്മ
ഒറ്റ യോഗം മുടക്കുകയില്ല, അന്യഭാഷ പറഞ്ഞ് നൃത്തം ചെയ്യുക. മനസ്സിലായി കാണും. യോർദാന്റെ കരയ്ക്കിരിക്കുന്ന ഏലിയാമ്മ കൊച്ചമ്മയെ പോലെ വേണോ, അതോ കെരീത്തിന്റെ സൈഡിലിരിക്കുന്ന തങ്ക സഹോദരിയെ പോലെ വേണോന്ന് നിങ്ങൾ ആൻസർ പറഞ്ഞിട്ട് അടുത്ത പോയിന്റ് പറയും. പറ. മതി. അതെ, സ്തോത്രം. അതാ ഞാൻ മുമ്പേ പോയിന്റ് പറഞ്ഞതല്ലോ. വലിയ മാളിക പണിതിന് ഞാൻ എതിരല്ല, പക്ഷേ ചെറിയ ചെറ്റക്കൂടിലാന്നേലും നിനക്ക് സമാധാനമുണ്ടോ? അതാ ഭാഗ്യം. പുഞ്ചപ്പാടം 10 ഏക്കറുണ്ട്, പക്ഷെ കുത്തരിക്കഞ്ഞി എത്ര നാളായി ഇച്ചിരി വയറ് നിറച്ച് ചോറ്. ചെല്ലി പറഞ്ഞ ഈ ചോറ് കഴിക്കുന്നതാ വണ്ണം വെക്ക്. പിന്നെ ഞാനൊരു ചോദിച്ചു, സായിപ്പ് എന്തും വേണം ചോറ് കഴിച്ചിട്ട് അവിടെ വലിയ പശു ഇരിക്കും പോലെ ഇരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ സായിപ്പന്മാര്? എന്തോന്നെടുപ്പും. പണ്ട് ഞങ്ങളുടെ കൊച്ചാൻ്റെ വീട്ടിലൊരു സായിപ്പ് വന്ന് കട്ടിലുണ്ടെന്ന് കട്ടിൽ വട്ട ഒടിഞ്ഞു. അതിൽ കിട്ടാമുട്ടം സായിപ്പ്. സായിപ്പ് എന്നെ ചോറ് കഴിച്ചിട്ടാണോ? നിങ്ങൾ അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. വലിയ പശു പോലെ ഞാൻ നിങ്ങൾ ഒരിക്കൽ വന്ന് അവസരം കിട്ടുകയാണ്. എൻ്റെ വല്യമ്മച്ചി ഇപ്പോഴും ഉണ്ട്. 106 വയസ്സ്. 3 നേരവും ചോറാണ് ഇഷ്ടം. ഒരു വണ്ണവും ഇല്ല. സ്തോത്രം. അപ്പം ഒരു കാര്യമുണ്ട്, വല്യമ്മച്ചി നന്നായിട്ട് ജോലി ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ മറുവശമേ, അത് നമ്മുടെ വിഷയമല്ല. ഞാൻ പറഞ്ഞത് പുഞ്ചപ്പാടം 10 ഏക്കറുണ്ട്, പക്ഷേ കുത്തരിച്ചോറ് കഴിക്കാൻ പറ്റുന്നില്ല. ഗുജറാത്തിൽ നിന്ന് ഗോതമ്പ് വരണം, അതും 2 ചപ്പാത്തി എണ്ണ തേക്കാം. അന്നേരം ഒരു പറ കണ്ടം പോലും ഇല്ലാത്ത ബേബിക്കുട്ടി അവിടെ ഇരുന്ന് 1.5 പ്ലേറ്റ് ചോറ് കഴിച്ചു. പിന്നെയും കന്നിട്ടയ്ക്ക് തരിക എന്ന് 2 മക്കളുള്ളത് പോലെ ബേബിക്കുട്ടി ഇരിക്കുക. കൊച്ചമ്മ ഇച്ചിരിയും കൂടെ. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ മഹത്വം. കാശുള്ള വീട്ടിലെ അമ്മാമ്മ, എല്ലാവരുടെയും കാര്യമല്ല, അമ്മാമ്മയ്ക്ക് പട്ടുസാരി ഇഷ്ടം പോലെ, കാഞ്ചീപുരവും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പണ്ട് ചൈനീസ് സിൽക്ക് എന്നൊക്കെ പറയുമായിരുന്നു. ഇഷ്ടംപോലെ പട്ടുസാരി. പക്ഷെ അമ്മാമ്മയ്ക്ക് ഒന്ന് ഉടുക്കാൻ മേല, ഉഷ്ണരോഗം. പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് കോട്ടൺ സാരി 350-ന്റെ 2 എണ്ണം കൊടുക്കുമ്പോൾ ഒരല്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. എമ്മോമിൻ്റെ ഡള്ളപ്പിൻ്റെ ഇപ്പം 2 ലക്ഷം രൂപയുടെ വരെ മെത്തയുണ്ട്. മെത്ത മേടിച്ച്, പക്ഷേ ജോർജാന് മെത്ത കിടക്കാൻ മേല. മെത്ത അവിടെ സൈഡിൽ ചാരി വെച്ചിട്ട് വൈദ്യുതി പറഞ്ഞത് കാഞ്ഞിരപ്പലകയുടെ കട്ടിലേൽ തലയണ വെക്കാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജോർജാൻ നോക്കിക്കണം മെത്ത സൈഡിൽ ചാരി വെച്ചത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? അതറിഞ്ഞ് മനസ്സിലായാൽ മതി. നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. വീട് വെക്കരുതെന്നോ, വണ്ടി മേടിക്കരുതെന്നോ, മെത്ത മേടിക്കരുതെന്നോ, അതിൽ കിടക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാവർക്കും നല്ല വീട് കിട്ടട്ടെ, എല്ലാവർക്കും നല്ല വണ്ടി കിട്ടട്ടെ, എല്ലാവരും എന്ത് ചെയ്യും, ഭൗതികമായിട്ടും അനുഗ്രഹിക്കട്ടെ. പക്ഷേ നിനക്ക് സമാധാനവും സ്വസ്ഥതയുള്ളത് ആവശ്യം. നീങ്ങുന്നധികം തന്നിയാകാൻ നിധിയാം തീയിൽ ഊതി കഴിച്ചപ്പോൾ മതിയാ പൂവിൽ ക്രിസ്തുവുള്ളവനെ പോൽ ഇത്രമ ധനികനില്ല. എന്തിനാവൂലം കലരും നന്മനമേ, എന്തിനാകുലം
ആകുലം കലരും മനമേ യേശു നായകൻ സമാധാനദായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരും മനമേ. എന്നെ കേൾക്കുന്ന പ്രിയരേ, ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സമാധാന പ്രഭുവാകുന്ന യേശുവിനെ ഉള്ളത്തിലേറ്റെടുത്തതാ. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാ. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ആ യേശു ഉള്ളത്തിൽ വന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പൗലോസ് പറഞ്ഞല്ലോ, ക്രിസ്തു നമ്മുടെ സമാധാനം. അതാണ് നമ്മുടെ സമാധാനം. അപ്പൊ ചില വഴികളൊക്കെ വിശാലമായ വീതിയുള്ള വഴി തോന്നും, പക്ഷെ അതിലെ വിടുകയല്ല. അപ്പൊ അതിലെ വിടാൻ എന്നാന്ന് അവിടെ തന്നെ എടുത്തു. ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തതെന്ന് വരികിൽ. അതാ. അപ്പൊ ഈ ദേശം ആരുടെയാ? ഫെലിസ്ത്യർ. വീതിയുള്ള വഴിയാ, വിശാലമായ വഴിയാ, രാജപാതയാ. പക്ഷെ കക്ഷികൾ ആരാ? ഫെലിസ്ത്യരാ. ഫെലിസ്ത്യരാ. അതാ അതിലെ വിടാഞ്ഞത്. ഫെലിസ്ത്യരെന്ന് പറഞ്ഞാൽ ഒരു മര്യാദയും മയോ ഒന്നും ഉള്ളവന്മാരല്ല. നിങ്ങൾക്കറിയാമല്ലോ, മല്ലന്മാരാ കൂടുതലും ഫെലിസ്ത്യര്. ഒരുത്തനെ പറ്റി എഴുതിയേക്കുന്ന 6 മുഴവും 1 ജാണും നെടുപ്പം. 17:4 വായിച്ച അമ്മാമ്മേ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17:4. അറിവുള്ള വാക്യമെങ്കിലും ഒന്ന് വായിച്ചു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം താഴെ. ആ ശമൂവേൽ മരിച്ചായിരുന്നല്ലോ അല്ലേ? അപ്പോൾ ഫെലിസ്ത്യരുടെ ആ. പാളയത്തിൽ നിന്നും അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്തിനായ ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും. മൈക്ക് ബൈബിളിന് കൊടുക്കുന്നത് പോലെ ആണല്ലോ വെച്ചേക്കുന്നത്. അമ്മാമ്മയുടെ വായുടെ അവിടോട്ട് വെക്ക്. അവന് അമ്മാമ്മ ബൈബിള് വായിക്കട്ടെന്നും പറഞ്ഞ് അങ്ങോട്ടാ അവൻ വെച്ചേക്കുന്നത്. 6 മുഴവും. അമ്മാമ്മ മൈക്ക് അല്പം അടുപ്പിക്കാൻ. വായിക്ക. അവൻ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവനായിരുന്നു. അവന് തലയിൽ ഒരു താമ്ര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. പിന്നെ അവന്റെ കുന്തത്തിന്റെ രണ്ടല്ല തണ്ട് നെയ്ത്തുകാരന്റെ അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടുപ്പത്തിന് പോലെയായിരുന്നു. കുന്തത്തിന്റെ അലക 600 ശേക്കൽ ഇരുമ്പായിരുന്നു. ഒരു പരിചയക്കാരൻ അവന്റെ മുമ്പേ. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു വന്ന് 6 മുഴവും 1 ചാണും നല്ല നെടുപ്പം. ഈ ടൈപ്പ് സാധനങ്ങളാ ഫെലിസ്ത്യര്. ഈ രാജപാതയുടെ 2 വശത്തും ഇതുങ്ങൾ പതിയിരിക്കുക. ഇസ്രായേൽ മക്കളെ ആമേ പാട്ടുമൊക്കെ പാടി ഈ വീതിയുള്ള വഴിയാ, അയ്യോ നമ്മൾ ഉദ്ദേശിക്കാത്ത വഴി കൊണ്ട് ദൈവം നമ്മെ നടത്തുക. എൻ്റെ അമ്മാമ്മ ഞാൻ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ വിശാലമായ വഴി. ഉടനെ അമ്മ പറഞ്ഞു, തങ്കമ്മ വണ്ടി പോകുന്ന വഴിയാ കേട്ടോ. അയ്യോ എൻ്റെ അമ്മാമ്മ ഞാൻ ആദ്യമായിട്ട് എങ്ങനെ. ഉടനെ വേറെ അമ്മാമ്മ പറഞ്ഞു, നാം ചോദിക്കുന്നതിലും. ഉടനെ ഒരമ്മ പറഞ്ഞു, ഞാനൊരു സാക്ഷി പറയാനും പറഞ്ഞ് ചാടി അർഹിക്കാത്ത ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പം 2 വശത്തും പതിയിരിക്കുന്ന നെടുപ്പമുള്ള ഫെലിസ്ത്യര് നിന്നെ കയറി അടിക്കും. അത് ദൈവത്തിന് അറിയാം. അവിടുന്ന് സർവജ്ഞാനിയാ. ആരംഭത്തിങ്കിൽ തന്നെ അവസാനം അറിയുന്നവനാ ദൈവം. നമ്മൾ ഇങ്ങനല്ലേ നോക്കുന്നേ? അല്ലേ അല്ലേ? അസമയം നിങ്ങൾ വിമാനത്തിലൊന്ന് കയറി ഒത്തിരി കളരം പോകാതെ, അല്ലെങ്കിൽ ഉയരമുള്ളൊരു മരത്തിൽ കയറി, അല്ലെ വലിയ ബിൽഡിങ്ങിൻ്റെ മണ്ടേ കയറി നോക്കിയാൽ എല്ലാം കാണാമല്ലോ ഇല്ലേ? നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് പുനലൂരെല്ലാം കാണാനൊക്കെ അല്ല. ആ മതിലും ആ ഗേറ്റും അത്യാവശ്യം ഇവിടെയൊക്കെ കാണുകയുള്ളൂ. അതേ സമയം നിങ്ങൾ പേപ്പർ മില്ലിൻ്റെ ആ ഭാഗത്തൊരു, നിങ്ങളുടെ ചർച്ചിൻ്റെ ആ ഭാഗത്തൊരു വലിയ ബിൽഡിങ്ങിൻ്റെ മണ്ടേ കയറി നോക്കിയാൽ അങ്ങനെ തന്നെ ഉന്നതങ്ങളിൽ നിന്ന് നോക്കുന്ന ദൈവത്തിനറിയാം മുൻപിൽ എന്തൊക്കെയുണ്ട്, അതിന് ശേഷം എന്തൊക്കെയുണ്ട്, അങ്ങോട്ട് പോയാൽ എന്തൊക്കെയുണ്ട്, ആരൊക്കെ മേളിൽ നോക്കിയാൽ കാണാമല്ലോ. ദൈവത്തിനെല്ലാം അറിയാം. നമ്മൾ നാട് എന്ന് നോക്കിയാൽ നമുക്കൊന്നും അറിയത്തില്ല. സ്തോത്രം
സ്തോത്രം. ദൈവം തമ്പുരാൻ അറിയാം ഇവരെ ഈ വീതിയുള്ള വഴിയിൽ കൂടെ വിട്ടാൽ ഇതുങ്ങൾ അങ്ങോട്ട് കയറി യാത്ര ചെയ്യുമ്പോൾ പതിയിരിക്കുന്ന ഫെലിസ്തര് കയറി ഇവരെ അടിക്കും. അപ്പൊ അങ്ങനെ അടിച്ചാൽ ഇവർക്ക് തിരിച്ചടിക്കാൻ ഒക്കത്തില്ലെന്നല്ല, അറിയത്തില്ല. എന്നാൾ ഞാൻ പറഞ്ഞ പോലെ രണ്ട് കാര്യം ഇവർക്കറിയാം. ഒന്ന്, കഴിക്കാൻ അറിയാം. രണ്ട്, കുഴയ്ക്കാനും അത് ഇവരുടെ ആയുസ് പഠിച്ചിട്ടുള്ളൂ. ഒന്ന് കഴിക്കുക, രണ്ട് കുഴയ്ക്കുക. അവർ തന്നെ പറഞ്ഞില്ല ആളെ ഇറച്ചിക്കലത്തിൻ്റെ അടുക്കല. അപ്പോൾ കഴിക്കാൻ നന്നായിട്ട് അറിയാം. കിട്ടിയില്ലെങ്കിൽ ഇവർ പള്ളു പറയുകയും ചെയ്യും. നമ്മുടെ ആൾക്കാരും എങ്ങനെയുണ്ട്, കഴിച്ചായിരുന്നോ? ആ, മാസത്തിനൊക്കെ ചെന്നേച്ചേ, അല്ലെ യോഗത്തിനൊക്കെ ചെന്നേച്ച് അമ്മ കഴിച്ചോ? ആ, കഴിച്ചില്ലേ? ആ, കഴിച്ചില്ലേ? ആ, കഴിച്ചു. കിട്ടിയില്ലേ? ആ, കിട്ടിയില്ലേ? ആ, കിട്ടി. മീനില്ലായിരുന്നോ? ആ, അയ്യോ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് കിട്ടിയില്ലേ? ആ, എന്നാ വായെല്ലാം പൊത്തിയിരിക്കുന്നു. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, ചിലത്. ആ, എന്നിട്ടൊരു ഡയലോഗുണ്ട്, ഓ നമ്മൾ ഇതിനൊന്നും അല്ലല്ലോ, എന്നാ പിന്നെ ഇത്രയും കാ കൂന്ന് മൂളണമായിരുന്നു. അപ്പം ഇതെല്ലാം മൂളുമ്പോഴെല്ലാം കുരുക്കാ. മനുഷ്യൻ്റെ പ്രകൃതി ഇതാ, മനുഷ്യപ്രകൃതി ഇതാ. അപ്പം ശ്രദ്ധിച്ചേ, ദൈവത്തിന് നമ്മളെല്ലാം നന്നായിട്ട് അറിയാമെന്നേ. തമ്പുരാനറിയാം ഈ വീതിയുള്ള വഴി കൂടെ പോയാൽ ഇവർക്ക് രണ്ട് കാര്യമേ അറിയാവൂ. ഒന്ന് കഴിക്കാനും, രണ്ട് കുഴയ്ക്കാനും. കുഴയ്ക്കാനറിയാം ഇവർക്ക് നന്നായിട്ട്, അല്ലേ? പിന്നെ ഒരു വിഷയം കൊടുത്തേ കുഴച്ച് കയ്യിൽ തരും. തലയാഴ്ച കൊടുക്കണം, പിറ്റേ ആഴ്ച കമ്മിറ്റികളുണ്ടെങ്കിൽ നന്നായിട്ട് കുഴച്ച് നല്ലതുപോലെ കുഴയ്ക്കും. രണ്ടുപേരെ കൂട്ടുപിടിച്ചു പറയും നമുക്ക് ചവിട്ടി കുഴച്ച് വേണം അടുത്ത കമ്മിറ്റിയിൽ ഇത് നന്നായിട്ട് കുഴയ്ക്കും. ചെറിയ വിഷയം കൊടുത്താൽ മതി കുഴച്ച്. നിങ്ങൾ ചില സഭകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, സാധുവായ ഒരുത്തനെ അല്ലെങ്കിൽ വലിയ ഉണ്ടല്ലോ, അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഉടനെ അടിയന്തര കമ്മിറ്റി കൂടി ചർച്ച ചെയ്തു, വിഷയമെടുത്ത് ഇരുന്നവരെല്ലാം ഒന്ന് വിസ്തരിച്ചു, അവൻ്റെ മേൽ നടപടിയെടുത്തു, അവനെ 6 മാസം മുടക്കി എന്തെല്ലാം കൊന്തറാക്കൊള്ളി ഒപ്പിക്കും. അതേസമയം കുറച്ചുകൂടെ മെച്ചവും പിടിപ്പും കനമുള്ള ആളാണെങ്കിൽ ഓ അത് ബേവിച്ചാൻ ഒരു ചെറിയ ബലഹീനത. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാന്നോ അതോ പൊട്ടം കളിക്കുകയാന്നോ? പൊട്ടമാടത്തെ കളിക്കുകയാന്നോ? ആ, മാടത്തെ പൊട്ടമാടത്തെയുണ്ട്, നല്ല മാടത്തെയുണ്ട്. മനുഷ്യന്റെ എല്ലാം പ്രകൃതി ഇതാ. ഇവർക്ക് രണ്ട് കാര്യം അറിയാം, ഒന്ന് കഴിക്കാൻ, രണ്ട് കുഴയ്ക്കാൻ അറിയാം. സ്തോത്രം, സ്തോത്രം. ഞാൻ വെറുതെ പറയുന്നതല്ല. പണ്ട് സ്ഥലവും പേരും ഒന്നും ഞാൻ പറയത്തില്ല. ഒരു സഹോദരൻ 2ാമത്തെ വിവാഹം കഴിച്ചു, നടപടിയെടുത്തു, എടുക്കണമല്ലോ. അവൻ്റെ വീട്ടുകാരെ ഇത്ര മാസത്തേക്ക് മുടക്കി, പ്രശ്നമായി. അതേസമയം സഭയിലെ മെയിൻ പാസ്റ്ററുടെ മോളെ 3 കെട്ടിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാന്നോ അതോ മുമ്പേ പറഞ്ഞല്ലോ പൊട്ടമാടത്തെ കളിക്കുകയാന്നോ? ആ, മനസ്സിലാകുന്നുണ്ടോ? അത് മറ്റവൻ്റെ കേസല്ലേ, ഇതെൻ്റെ കേസല്ലേ. എൻ്റെ അമ്മ പറയും, എടാ ആരാൻ്റെ അമ്മയുടെ ഭ്രാന്ത് കാണാൻ കണ്ണിന് കൗതുകം, അവനോൻ്റെ അമ്മയ്ക്ക് വരുമ്പം തനിനിറം മനസ്സിലാകും. നടപടിയെടുക്കുകയാണെങ്കിൽ എല്ലാവരുടെയും പേരിന് നടപടിയെടുക്കണം. മുടക്കുകയാണെങ്കിൽ ആ വിധത്തിലുള്ള മുഴുവൻ എണ്ണത്തിന് മുടക്കണം. വേണ്ടേ? ന്യായവിസ്താരത്തിൽ മുഖം കാണിക്കരുത്. ചെറിയവന്റെ കാര്യമോ വലിയവന്റെ കാര്യമോ ഒരുപോലെ
വേണ്ടേ? ചിലരെ മാത്രം മുടക്കുക, ചിലരെ മാത്രം ഒതുക്കുക, ചിലരെ മാത്രം സോപ്പിട്ട് മേശക്കടി കയറ്റുക. മോനെ സമയം എന്നായി? 12. നമുക്ക് ഇന്നിപ്പം പകൽ ഇത്രയും പോരെ? പറ, മതി. ചൂടൊക്കെ എടുക്കുക. വൈകിട്ട് വരാമോ? വരുമോ? വരാത്തവരൊന്ന് കൈപൊക്കിക്കേ. ദൂരമായതുകൊണ്ട് 2 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും 3 പേര്. നോക്കൊക്കുന്നെങ്കിലും ഒന്ന് ഇറങ്ങാൻ പുലി ഇറങ്ങും പോലെ ഒന്ന് ഇറങ്ങും വൈകിട്ട്. നോക്ക് എങ്ങനെയാലും നോക്ക്. എവിടാ വീട്? അതെവിടാ? കൊട്ടാരക്കര സൈഡാ. ഇങ്ങോട്ട് പോരും, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോവാം. ബാ. കൊണ്ടുപോകാന്ന്. എൻ്റെ വണ്ടി എല്ലായിടെയും ഉണ്ട്. അമ്മാമ്മ തന്നെയല്ലേ ഉള്ളു, അച്ചായനും ഉണ്ട്. 2 പേരുണ്ട്. 2 പേര് നമ്മൾ 3 പേർക്ക് പുറകിരിക്കാൻ 2 പേർക്ക്. നിങ്ങൾ 2 പോരും. ആയിട്ട് വരണം. വരുമോ? ഇന്ന് പകൽ ഇത് മതി. എന്തോ നിങ്ങളെ കൊണ്ടുപോകണോ? 2 പേരും എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വണ്ടിയില്ലേ? നിങ്ങൾ 2 വർത്താനം പറഞ്ഞ് വരുമെന്നാണോ വരികയല്ലെന്നാണോ? വരുമല്ലോ. മതി. ഇന്നത്തെ ആത്മിക പാഠം, നമുക്ക് ചില വഴി വീതിയുള്ള വിശാലമായ വഴിയായിട്ട് തോന്നും, പക്ഷെ അതിന്റെ പിമ്പിൽ അനർത്ഥങ്ങളുണ്ട്. അത് ദൈവത്തിനറിയാം. ആ വഴിയിൽ കൂടി ശത്രുവിന്റെ കയ്യിൽ ദൈവം നിന്നെ ഏൽപ്പിക്കത്തില്ല. ദുഷ്ടന്റെ കയ്യിൽ ദൈവം നിന്നെ കൊടുക്കത്തില്ല. വൈരിയുടെ ഇഷ്ടത്തിന് നിന്റെ ദൈവം നിന്നെ ഏൽപ്പിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കലക്കവെള്ളം കുടിച്ച് പനിയും തുമ്മലും ചുമയായിട്ട് കിടക്കുന്നതിൽ നല്ലത് ഒരല്പജലം സ്തോത്രം കരിയത്തിലെ തെളിഞ്ഞ വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നല്ലതുപോലെ കറക്കുമ്പോൾ ഓർത്തണം, ദൈവം കൈവിട്ടതല്ല. ഞാൻ നിങ്ങൾ ഒന്നുകൂടെ ശുദ്ധീകരിക്കപ്പെടാനുണ്ട്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിനകത്തിരിക്കുന്നത് മുഴുവൻ വെളി വരണം. ദൈവം നിന്നെ ഉപേക്ഷിച്ചതല്ല, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞതല്ല, ദൈവം നിന്നെ കൈവിട്ടതല്ല, ദൈവം നിന്നെ അറിയാത്തതല്ല. ഞാൻ നിങ്ങൾ ഒന്നുകൂടെ ശുദ്ധീകരിക്കപ്പെട്ട് ക്രമീകരിക്കപ്പെട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാനാ. എല്ലാവരും ഈ പകലൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും സമർപ്പിച്ചാട്ടെ. എല്ലാവരും സമർപ്പിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കുജവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ ഏഴയാമെന്നെ. മെനഞ്ഞിടണമേ കൈയടിച്ച് ചേർന്ന് ഓ ദിവ്യഗീതം പോലെ ഏഴയാമെന്നെ. ആമേൻ. ആപത്തുവേളകളിൽ ആനന്ദ വേളകളിൽ ആമേൻ. യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ആമേൻ. യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഓ എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ ഓ എൻ ശിരസിൽ ആശീർവദിക്കണേ. ഓ എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ ഓ എൻ ശിരസിൽ ആശീർവദിക്കണേ. ആമേൻ. അങ്ങയുടെ ആത്മാവിനാലേ ആമേൻ അഭിഷേകം ചെയ്താനുഗ്രഹിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേ ആമേൻ അഭിഷേകം ചെയ്താനുഗ്രഹിക്കണേ. ആമേൻ. ആപത്തുവേളകളിൽ ആനന്ദ വേളകളിൽ ആമേൻ. യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ആമേൻ. യേശുവേ ഓ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ആമേൻ. എന്റെ ഗീതം പോലെ നടത്തരുതേ തിരു
തിരുഗീതം പോലെ നയിക്കണമേ എന്റെ ഗീതം പോലെ നടത്തരുതേ ഓ തിരുഗീതം പോലെ നയിക്കണമേ ആമേ ജീവിത പാതയിൽ പാതവിടാതെ ഓ സ്വർഗഭവനത്തിലെത്തുവോ ആമേ ജീവിത പാതയിൽ